പോർച്ചുഗൽ ഫ്രണ്ട്ലിയിൽ ഇങ്ങനെയാണെങ്കിൽ വേൾഡ് കപ്പിൽ എങ്ങനെയായിരിക്കും പെരുമാറുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമസ്കാരം, വേൾഡ് കപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നലെ ജൂൺ 6 ശനിയാഴ്ച 1, 2, 3, 4 ഒരു 6-7 ഫ്രണ്ട്ലി നടന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ചില മാച്ചസ് മാത്രമേ ഫ്രണ്ട്ലി എന്ന് പറയാൻ കൊള്ളുള്ളൂ. ഒരു ഫ്രണ്ട്ലിയിൽ ജർമ്മനി USA ഫേസ് ചെയ്തു ആൻഡ് ജർമ്മനി 2-1 കംഫർട്ടബിളി ജയിച്ചു. പക്ഷേ ഇന്നലെ മൊത്തം നടന്ന ഫ്രണ്ട്ലീസിൽ ഏറ്റവും നല്ല ഗോൾ ആ കളിയിലാണ് വീണത്. സർപ്രൈസിംഗ്ലി USAയുടെ ലെഫ്റ്റ് ബാക്ക് ആരോൺ റോബിൻസന്റെ വോളി ആയിരുന്നത്. ഫുൾഹാം ലെഫ്റ്റ് ബാക്ക് കിടിലം വോളിയാണ്, നിങ്ങൾ ചുമ്മാ കണ്ടുനോക്ക്. അർജന്റീന ഹോണ്ടുറാസിനെ 2-0 പൊട്ടിച്ചു. മെസ്സി കളിച്ചില്ല, പുള്ളിയുടെ കാഫ് സ്ട്രെയിൻ ഇഞ്ചറി അത് ശരിയായിട്ടില്ല എന്നാണ് പറയുന്നത്. ബ്രസീൽ 2-1 ഈജിപ്തിനെ തോപ്പിച്ചു. ആൻഡ് ബ്രസീലും ഫിസിക്കലാണ് കളിച്ചത്. അത് ഫ്രണ്ട്ലി ആയിരുന്നെന്ന് ബ്രസീലിനോട് ആരും പറഞ്ഞില്ല എന്ന് തോന്നുന്നു. അതോ ആൻസലോട്ടി മനപ്പുറം അങ്ങനെ കളിക്കാൻ പറഞ്ഞാണോ എന്നറിയില്ല. മാർക്കിനിയോസ് ഒക്കെ സ്ലൈറ്റ് ടാക്കിൾ, പക്കേറ്റ എല്ലാവരും നല്ല ഫിസിക്കൽ കളിയായിരുന്നു. വേൾഡ് കപ്പിൽ മിക്കവാറും ഇത് തന്നെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. ഇംഗ്ലണ്ട് ന്യൂസിലാൻഡിനെ 1-0 പൊട്ടിച്ചു. ആ കളിയുടെ ഹൈലൈറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ഹാഫ് ടൈമിൽ 11 പ്ലേയേഴ്സിനെ സബ് ചെയ്ത്. കാരണം ഈ മാച്ച് നടന്ന ടാമ്പയിലാണ്, അവിടെ 32 ഡിഗ്രി ഹീറ്റ് ആയിരുന്നു. ആൻഡ് തോമസ് ടൂഖൽ വാസ് ലൈക്ക്, ഈ ചൂടത്ത് ഈ പിള്ളേരെ വെറുതെ ഫ്രണ്ട്ലി കളിപ്പിക്കേണ്ട കാര്യമില്ല. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഫുൾ ടീം മാറി. ബെൽജിയം ടുണീഷ്യനെ 5-0 പൊട്ടിച്ചു. എല്ലാ വേൾഡ് കപ്പിനും ടുണീഷ്യ പോലത്തെ ടീംസ് വരും ഈ ചെണ്ടയായിട്ട് അവിടുന്ന് ഇവിടുന്ന് അടി കിട്ടാൻ വേണ്ടിയിട്ട്. ആൻഡ് അവർ ആരും പ്രതീക്ഷിക്കാത്ത കുറച്ച് സർപ്രൈസ് റിസൾട്ട്സും അങ്ങോട്ടും കൊടുക്കും. സോ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി ഞാൻ കണ്ട കളി പോർച്ചുഗൽ ചിലി 2-1 പോർച്ചുഗൽ ജയിച്ചത്. ആൻഡ് പോർച്ചുഗൽ ഫ്രണ്ട്ലി ആണെന്നുള്ള കാര്യം അഗൈൻ ബ്രസീലിനെ പോലെ തന്നെ മറന്നു എന്നാണ് തോന്നുന്നത്. ഫിസിക്കലാണ് കളിച്ചത്. ഫസ്റ്റ് ഹാഫിൽ തന്നെ റെഡ് കാർഡ് വാങ്ങിച്ചത്, അതും റാഫേൽ ലിയാവോ ചൂടായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഒറിജിനൽ ഏണി ചിലിയുടെ പ്ലേയേഴ്സും ജോവാ ക്യാൻസലും കൂടിയായിരുന്നു. ആൻഡ് ലിയാവോ ഒന്ന് ഇടയ്ക്ക് കയറി അവസാനം ലിയാവും ഐവാൻ റോമൻ ചിലിയുടെ റോമനും കൂടിയാണ് റെഡ് കാർഡ് വാങ്ങിച്ച് പോയത്. ഗുഡ് നല്ല രസമായിരുന്നു കാണാൻ. ആൻഡ് ഒരു കാര്യം നോട്ടീസ് ചെയ്തത് കോമൻറ്ററി, അതായത് ESPN പോലുള്ള US ബേസ്ഡ് ചാനൽസിൻ്റെ കോമൻറ്ററി ഇല്ലേ, അത് കുറച്ച് പാടായിരിക്കും കേട്ടോ കേട്ടിരിക്കാൻ. പ്ലേയേഴ്സിൻ്റെ പേര് പോട്ടെ, അത് എന്തായാലും തെറ്റിച്ചാണ് പറയുന്നത്. പക്ഷെ അതും പോരാഞ്ഞിട്ട് കളി നടക്കുന്നത് കുന്നംകുളത്തും കോമൻട്രി കൂത്താട്ടുകുളത്തുമായിരുന്നു. ഒരുമാതിരി അവർ നമ്മൾ കാണുന്ന കളി തന്നെയാണോ കാണുന്നതെന്നൊരു പോയിന്റിൽ എനിക്ക് സംശയം വന്നു തുടങ്ങി. സോ ഷൈജു ദാമോദരൻ്റെ കോമൻട്രി ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം, കാരണം Z ആയതുകൊണ്ട്. പക്ഷേ നോക്കാം.